അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ ഏതെങ്കിലും തരത്തിൽ തഴഞ്ഞു എന്നുള്ള തരത്തിൽ വാർത്തകൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് ഋഷഭ് ഷെട്ടിക്ക് എതിരാളിയായി മത്സരരംഗത്ത് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നത് എന്നുള്ള വാർത്തയാണ് അപ്രസക്തമാകുന്നത്. മമ്മൂട്ടിക്കൊപ്പം ഋഷഭ് ഷെട്ടിക്കൊപ്പം അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ എന്നാ താൻ കേസുകോട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 70ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത ആട്ടമാണ് മികച്ച ചിത്രം. മികച്ച തിരക്കഥ, മികച്ച ചിത്ര സംയോജനം എന്നീ വിഭാഗങ്ങളിലും ആട്ടം പുരസ്കാരം നേടി. സൌദി വെള്ളയ്ക്കയാണ് മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയാണ് മികച്ച നടൻ. മികച്ച നടിക്കുള്ള പുരസ്കാരം നിത്യ മേനോനും മാനസി പരേഖും പങ്കിട്ടു. മികച്ച നടനുള്ള പട്ടികയിൽ മമ്മൂട്ടിയുടെ പേരുണ്ട് എന്ന് കേട്ടിരുന്നെങ്കിലും നൻപകൽ നേരത്ത് മയക്കമെന്ന ചിത്രം മമ്മൂട്ടി കമ്പനി അവാർഡിനായി അയച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്ന വിവരവും വരികയാണ്. ദേശീയ പുരസ്കാരത്തിൽ മമ്മൂട്ടിയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള മത്സരമെന്നായിരുന്നല്ലോ കേട്ടിരുന്നത്. ഇപ്പോൾ കേൾക്കുന്നു ചിത്രമേ അയച്ചിരുന്നില്ല പുരസ്കാരത്തിനെന്ന്. അപ്പോൾ ആ വിവാദവും അപ്രസക്തമാവുകയാണ്. ഋഷഭ് ഷെട്ടിക്കൊപ്പം മലയാളത്തിൽ നിന്ന് മത്സര രംഗത്തുണ്ടായിരുന്നത് കുഞ്ചാക്കോ ബോബനാണ് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയാക്കാൻ. അതായത് അവസാന ഘട്ടത്തിലുണ്ടായിരുന്ന പേരുകൾ ഋഷഭ് ഷെട്ടിയുടേതും കുഞ്ചാക്കോ ബോബന്റേതും മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല മികച്ച നടനുള്ള അംഗീകാരം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എന്തുകൊണ്ടാണ് നൻപകൽ നേരത്തെ മയക്കത്തിന് ഒറ്റ അവാർഡും ലഭിക്കാതിരുന്നത് എന്ന് സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ആ ചോദ്യത്തിന്റെ കൂടി ഉത്തരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എന്തായാലും മമ്മൂട്ടി കമ്പനിയാണ് ആ ചിത്രം നിർമ്മിച്ചത്. മമ്മൂട്ടി കമ്പനി അങ്ങനെ ഒരു ചിത്രം ഇത്തവണത്തെ ദേശീയ അവാർഡിന് അയച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയെ ഏതെങ്കിലും തരത്തിൽ തഴഞ്ഞു എന്നുള്ള തരത്തിൽ വാർത്തകൾ, അല്ലെങ്കിൽ മമ്മൂട്ടിയാണ് ഋഷഭ് ഷെട്ടിക്ക് എതിരാളിയായി മത്സരരംഗത്ത് അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നത് എന്നുള്ള വാർത്തയാണ് അപ്രസക്തമാകുന്നത്. ഋഷഭ് ഷെട്ടിക്കൊപ്പം അവസാന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത് രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ എന്നാ താൻ കേസുകോട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കുഞ്ചാക്കോ ബോബനാണ് ഉണ്ടായിരുന്നത്. എന്തായാലും കുഞ്ചാക്കോ ബോബന്റെ അഭിനയം അതിൽ ഏറ്റവും ശ്രദ്ധേയമായ തരത്തിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതിനെല്ലാം അപ്രസക്തമാക്കുന്നത് ആട്ടം എന്ന ചിത്രത്തിന്റെ നേട്ടം തന്നെയാണ്. ഒരു നാടക കമ്പനിക്ക് അകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിച്ച, അല്ലെങ്കിൽ അതിനകത്ത് ഒരു സ്ത്രീ ഒരു തുറന്നു പറച്ചിൽ നടത്തിയതിലൂടെ നേരിടേണ്ടി വന്ന അവരുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞൊരു കഥ, അത് ആട്ടം എന്ന ചിത്രത്തിനെ ശ്രദ്ധേയമായ ചിത്രമായി മലയാളത്തിൽ വലിയ തോതിൽ ചർച്ചയായിട്ടില്ലെങ്കിൽ പോലും അത് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്ന് വേണം മനസ്സിലാക്കാൻ.